ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? SCRT സീരീസ് ആണ്. അതിനകത്ത് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ശുദ്ധപദാർത്ഥം, എന്താണ് മിശ്രിതം എന്നൊക്കെയാണ്. ആറാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. ഇനി നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ മിശ്രിതങ്ങളെ എങ്ങനെ വേർതിരിക്കാമെന്ന് കിടപ്പുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ ലായനി എന്ന് 9ാം ക്ലാസ്സിലെ ചാപ്റ്ററായ ലായനി. ഓക്കെ അല്ലേ? അടിപൊളിയായിട്ട് പക്കയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഞാൻ വീണ്ടും പറയുവാണ്, ക്ലാസ് പ്രയോജനപ്പെട്ടാൽ മാത്രം മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ മിശ്രിതങ്ങളെ വേർതിരിക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഓക്കെ, രണ്ടോ അതിലധികമോ ഘടകങ്ങൾ ചേർന്നയാണ് എന്ത് മിശ്രിതം എന്ന് പറയുന്നത്. ഞാൻ ഡയറക്റ്റ് ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. നമുക്കറിയാം, നെല്ലിൽ നിന്നും പതിര് വേർതിരിക്കുക. എങ്ങനെ? പാറ്റുമ്പോൾ ഭാരം കുറഞ്ഞ പതിര് പോകും. 2, ചായയിൽ നിന്നും ചായച്ചണ്ടി വേർതിരിക്കണം. ചായച്ചണ്ടി നമുക്കറിയാം അരിച്ചു മാറ്റുമ്പോൾ കണികളുടെ വലിപ്പം കൂടുതലാണ്. എന്തിന്? ചായച്ചണ്ടിക്ക്. അത് മുകളിൽ കിടക്കും, അതിന്റെ അരിപ്പയിൽ കിടക്കും. ഓക്കെ, അടുത്തയാണ് കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കൽ, ബാഷ്പീകരണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിന്റുകളാണ്. ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാര്യം കൂടെ കിടപ്പുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. ഓക്കെ, ഞാൻ ചോദിക്കാം, ചായയിൽ നിന്നും ചായച്ചണ്ടി എങ്ങനെ വേർതിരിക്കും എന്ന് ചോദിച്ചാൽ, അരിച്ചു വേർതിരിക്കൽ. ഓക്കെ, എന്താ വ്യത്യാസം? കണികളുടെ വലുപ്പത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അതുകൊണ്ടല്ലേ അരിക്കുമ്പോൾ ഈ കണിക അല്ലെങ്കിൽ ഈ ചായച്ചണ്ടി അരിപ്പയുടെ മുകളിൽ കിടക്കാൻ കാരണം. ഓക്കെ അല്ലേ? 2, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കുന്നു, ബാഷ്പീകരണം. എന്താ? തിളനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം. നമുക്കറിയാം, ഉപ്പ് വെള്ളം എന്ന് വെച്ചാൽ ഉപ്പ് പ്ലസ് ജലമാണ് ഉപ്പ് വെള്ളം. നമുക്കറിയാം, ഉപ്പിന്റെ തിളനില ഏകദേശം 1453 ഡിഗ്രിയാ. ജലത്തിന്റെ എത്ര? 100 ഡിഗ്രിയാ. അപ്പൊ ഇവിടെ തിളനിലയിലുള്ള വലിയ വ്യത്യാസം കാരണമാണ് ഉപ്പ് വെള്ളത്തിൽ നിന്ന് വെള്ളത്തെയും വേർതിരിക്കുന്ന ബാഷ്പീകരണം ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? ഇനി അലൂമിനിയം പൊടിയും ഇരുമ്പ് പൊടിയും കലർന്ന മിശ്രിതത്തിൽ നിന്നും ഇരുമ്പിനെയും വേർതിരിക്കണം. നമുക്കറിയാം, ഇരുമ്പിന് കാന്തിക സ്വഭാവമുണ്ട് അല്ലെ? ഇരുമ്പിന് എന്തുണ്ട്? കാന്തിക സ്വഭാവം ഇല്ലേടേ. അപ്പം കാന്ത് ഉപയോഗിക്കുമ്പോൾ ഇരുമ്പ് എന്ത് ചെയ്യും? കാന്തത്തിൽ വന്ന് അട്രാക്ട് ചെയ്തിരിക്കും. ഓക്കെ ആണ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗങ്ങൾ തിരഞ്ഞെടുക്കാം അല്ലെ? എന്താണ്? മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗം തിരഞ്ഞെടുക്കാം. ഞാൻ പറയാം ഒരു സിമ്പിൾ എക്സാമ്പിൾ. നിങ്ങളുടെ വീട്ടിൽ ഒരു വികൃതി കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. വികൃതി കുട്ടിയുണ്ട്. ഓക്കെ, ആ കുട്ടി ഈ പഞ്ചസാര അരിക്കകത്തിട്ടു. നമ്മൾ എന്ത് ചെയ്യും? പിടിച്ച് 2 അടി കൊടുക്കൂല്ലേ? ഓട്ടെ, അരിക്കകത്തിട്ടു, നല്ലോണം മിക്സ് ചെയ്തു. നിങ്ങൾ അവിടെ പഞ്ചസാര അരിയും ചേർന്ന മിശ്രിതമാണ്. അത് എങ്ങനെ വേർതിരിക്കും? നമുക്കറിയാം, വെള്ളം ഒഴിച്ചാൽ മതി. ആ പഞ്ചസാരയും അരിയും ചേർന്ന മിശ്രിതത്തിന്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വെള്ളത്തിൽ പഞ്ചസാര ലയിക്കുന്നു, എന്നാൽ അരി ലയിക്കുന്നില്ല. എന്നാൽ ആ വികൃതി കുട്ടി പഞ്ചസാരയ്ക്ക് പകരം അരിക്കകത്ത് ഇരുമ്പ് പൊടി ഇട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? കാന്തം ഉപയോഗിക്കും. മനസ്സിലായോ? അതിനകത്തുള്ള ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് പല വേർതിരിക്കൽ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുക അല്ലേ? പഞ്ചസാരയും അരിയും ചേർന്ന മിശ്രിതത്തിന്റെ അകത്ത് കാന്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം പഞ്ചസാരയ്ക്കും അരിക്കും എന്തില്ല? കാന്തിക സ്വഭാവമില്ല. മനസ്സിലായി? എന്നാൽ ഇരുമ്പോടി ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇരുമ്പിന് എന്താണ്? കാന്തിക സ്വഭാവമില്ലേ മക്കളെ? അതാണ് ഈ പറഞ്ഞേക്കുന്നത്. മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം.
പ്രധാനമായിട്ടും 5-6 മാർഗങ്ങളുണ്ട്. അത് ഒന്നാമത്തെയാണ് മക്കളെ സ്വേദനം. ഒന്നെന്താ? സ്വേദനം. 2 അംശിക സ്വേദനം. 3 സെപ്പറേറ്റിംഗ് ഫണല്. 4-മത്തത് ഉത്പാദനം. 5-മത്തത് സെൻട്രിഫ്യൂഗേഷൻ. 6-മത്തത് ക്രോമാറ്റോഗ്രാഫി. പ്രധാനമായിട്ടും ഈ 6 മാർഗങ്ങളാണ് പ്രധാനമായിട്ടും. അത് വേറെ മാർഗങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് ഈ 6 മാർഗങ്ങളാണ് മിശ്രിതത്തിൽ നിന്നും ഘടകങ്ങളെ വേർതിരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആദ്യം സ്വേദനം എടുക്കാം. എന്താണ് സ്വേദനം? പഠിച്ചോ. മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും. നോട്ട് ദ പോയിന്റ്. മിശ്രിതത്തിലെ ഒരു ഘടകം എന്താണ്? ബാഷ്പീകരണശീലം. പെട്ടെന്ന് ബാഷ്പമായി പോകണം. മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരണം ഇല്ലാത്തതുമായ സ്വേദനം എന്ന പ്രക്രിയ നമുക്ക് ഉപയോഗിക്കാം. 2 ഘടകമാണ്, 2ഓ അതിലധികമോ ഘടകം കാണും. അതിലെ ഒരു ഘടകം എന്താണ്? ബാഷ്പീകരണശീലമുള്ളതായിരിക്കണം. മറ്റേത് സാധാരണഗതിയിൽ എന്തുണ്ടാകരുതും? ബാഷ്പമായി പോകരുതും. അങ്ങനെയുള്ള മിശ്രിതങ്ങളിൽ നിന്നും ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്? സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ. നമുക്കെടുക്കാം ഉദാഹരണം ഉപ്പ് വെള്ളം. ശ്രദ്ധിക്കുക, ഉപ്പ് വെള്ളം. ഉപ്പും വെള്ളവും ചേർന്ന മിശ്രിതമാണ് എന്ത്? ഉപ്പ് വെള്ളം. എനിക്ക് ഉപ്പിനെയും വെള്ളത്തെയും വേർതിരിക്കണം. നമ്മൾ എന്തുപയോഗിക്കും? സ്വേദനം എന്ന പ്രക്രിയ യൂസ് ചെയ്യും. അല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ അല്ലേ? നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഉപ്പിന്റെ NaCl അല്ലേ ഉപ്പ്. ഉപ്പിന്റെ തില നീല 1453 അത്രയൊക്കെയാന്ന് എനിക്ക് തോന്നുന്നു ഡിഗ്രിയാണ്. ജലത്തിന് എല്ലാവർക്കും അറിയാം, ജലത്തിന്റെ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും മകളെ? ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ ഉപ്പ് വെള്ളം എടുത്തു. ഈ ഫ്ലാസ്കിന്റെ അടിയിൽ ഞാൻ തീ കൊടുക്കുക, ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? എന്തിനാണ് ബാഷ്പീകരണശീലം ഉള്ളത്? വെള്ളത്തിന്. അപ്പൊ വെള്ളം ബാഷ്പമായിട്ട് കണ്ടൻസറിൽ വന്ന് തണുത്ത് ഇതിലോട്ട് വീഴും. കണ്ടൻസറിൽ വന്ന് തണുത്ത് ഇതിലോട്ട് വീഴും. മനസ്സിലായോ? അങ്ങനെ വേർതിരിക്കുന്ന മാർഗമാണ് എന്ത്? സ്വേദനം. ഉപ്പിന് സാധാരണ ഗതിയിൽ എന്താണ്? ബാഷ്പീകരണശീലം ഇല്ല, പക്ഷെ വെള്ളത്തിനുണ്ട്. കാര്യം മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് പറയാം, തിളനിലയിൽ വലിയ വ്യത്യാസമാണെങ്കിൽ, തിളനിലയിൽ വലിയ ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? സ്വേദനം ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞാണ് ഉപ്പിന്റെ തിളനില എത്ര മക്കളെ? 1453 മനസ്സിലായോ? വെള്ളത്തിന്റെ തിളനില എന്താണ്? 100 ഡിഗ്രിയാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ മക്കളെ? 1453 മൈനസ് 100 ഏകദേശം 1353 ഡിഗ്രിയാണ്. അങ്ങനെ തിളനില വളരെ വ്യത്യാസമാണെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗിക്കാം. മനസ്സിലായോ? ഇത് നോക്കിയേ മക്കളെ, തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനില വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവയെ വേർതിരിക്കാൻ എന്തുപയോഗിക്കാം? സ്വേദനം ഉപയോഗിക്കാം. ഉദാഹരണം എയും ബിയും. ശ്രദ്ധിക്കുക, എയും ബിയും എന്താ? എയും ബിയുടെ പ്രത്യേകത എന്താ? തമ്മിൽ കലരുന്ന 2 ഘടകങ്ങളാണെന്ന് വിചാരിച്ചു, 2 ദ്രാവകമാണെന്ന് വിചാരിച്ചു. എയും ബിയും എന്താണ്? തമ്മിൽ കലരുന്ന ദ്രാവകമാണ്. അത് ചേർന്നുണ്ടാകുന്ന മിശ്രിതമാണ് AB എന്ന് വിചാരിക്കുക. ഓക്കെ, AB എന്നൊരു മിശ്രിതമാണ്. അതിനകത്ത് A ഉണ്ട്, B ഉണ്ട്. എന്താ പ്രത്യേകത? 2 തമ്മിൽ കലരുന്ന ദ്രാവകമാണ്. എന്നാൽ എയുടെ തിളനില 100 ഡിഗ്രിയാന്ന് വിചാരിക്കുക, ബിയുടെ തിളനില ഒരു 50 ഡിഗ്രിയാന്ന് വിചാരിക്കുക. അപ്പം വ്യത്യാസം 100 മൈനസ് 50 എത്ര വരും? 50 എന്ന് വരും. ഇത് തിളനില വ്യത്യാസം, വളരെ വ്യത്യാസമാണ്. നേരെയല്ല, അത്യാവശ്യം വ്യത്യാസമുണ്ട്. അങ്ങനാണെങ്കിൽ വേർതിരിക്കാൻ നമുക്ക് എന്തുപയോഗിക്കാം? ഒരേ പൊളിക്ക് പറയാം, എന്താണ്? സ്വേദനം നമ്മൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്കയാണോ മക്കളെ? അതിന് എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. നോക്കിയേ, ജലവും അസറ്റോണും
ജലം ദ്രാവകമാണ്, എല്ലാവർക്കും അറിയാം. അസറ്റോണും ദ്രാവകമാണ്. രണ്ടും തമ്മിൽ കലരുന്ന ദ്രാവക പദാർത്ഥമാണ്. ജലത്തിന്റെ താപനില എത്ര നോക്കി? 100 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അസറ്റോണിന്റെ എത്ര? 56 ആണെന്ന് നമുക്കറിയാം. വ്യത്യാസം ഏകദേശം എന്താണ്? 44 വരും. അത്യാവശ്യം വ്യത്യാസമുണ്ട്. അങ്ങനെ വളരെ അത്യാവശ്യം വ്യത്യാസമുണ്ടെങ്കിൽ ഓക്കെ, അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്? സ്വേദനം. പഠിച്ചു വെച്ചോ, ടെക്സ്റ്റ് ബുക്ക് കിടപ്പുണ്ട്. ജലവും അസറ്റോണും ചേർന്ന മിശ്രണത്തിൽ നിന്നും ജലത്തെ അസറ്റോണിനെയും വേർതിരിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്വേദനം യൂസ് ചെയ്യും. ക്ലിയർ ഓക്കെ അല്ലേ? ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വെള്ളത്തെയും വേർതിരിക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്വേദനം യൂസ് ചെയ്യോടെ. ഇനി അടുത്തയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. നമുക്കറിയാം സ്റ്റോറേജ് ബാറ്ററി, വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ അവിടെ അതിലൊഴിക്കുന്ന വെള്ളമുണ്ട്, ഡിസ്റ്റിൽഡ് വാട്ടർ. ലാബിൽ പരീക്ഷണങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്താണ്? ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. പിന്നെ കുത്തിവെപ്പിനൊക്കെ ഹോസ്പിറ്റലുകൾ എന്തുപയോഗിക്കും? ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കും. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് വെച്ചാൽ ശുദ്ധജലമാണ്. ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ pH പഠിച്ചു വെച്ചോ 7 ആണ്. ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ pH 7 ആണ്. നമ്മുടെ സാധാരണ വെള്ളമില്ല ജലം, അതിനകത്ത് മറ്റ് ലവണങ്ങളൊക്കെ കാണൂടെ? ഉപ്പിന്റെ അംശം കാണും, മറ്റ് ലവണങ്ങളൊക്കെ കാണും. മനസ്സിലായ? മറ്റ് എന്ത് കാണും? ലവണങ്ങളൊക്കെ കാണും. ആ ലവണങ്ങളെ മാറ്റിയിട്ട് ശുദ്ധജലമാക്കി മാറ്റുക ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടറിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനമാണ് ഉപയോഗിക്കുക. പക്കയാണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചോണം. ഓക്കെയാണ്. അങ്ങനെ രണ്ടാമത്തെയാണ് എന്ത്? ആംശിക സ്വേദനം അല്ലെങ്കിൽ എന്താണ്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയും. ആംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എന്താ ആംശിക സ്വേദനം? ഒന്നുമില്ല, തിളനിലയിൽ നേരിയ വ്യത്യാസം, ചെറിയ വ്യത്യാസമാണെങ്കിൽ അങ്ങനെയുള്ള മിശ്രിതത്തിൽ നിന്നും ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്? ആംശിക സ്വേദനം. ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം നോക്കാം. AB എന്ന മിശ്രിതമാണെന്ന് വിചാരിക്കുക. AB എന്താണ്? ഒരു മിശ്രിതമാണ്. ഓക്കെ, എനിക്ക് എയും ബിയെയും വേർതിരിക്കണം. എന്തിനൊക്കെയാ? എയും ബിയെയും എനിക്ക് എന്ത് ചെയ്യണം? വേർതിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക, എയുടെ തിളനില ഒരു 60 ഡിഗ്രിയാന്ന് വിചാരിക്കുക, ബിയുടെ തിളനില ഒരു 70 ഡിഗ്രിയാന്ന് വിചാരിക്കുക. നോക്കിയേ, വ്യത്യാസം 70 മൈനസ് 60 10. ചെറിയ വ്യത്യാസമുള്ളൂ. എയും ബിയും തമ്മിൽ, ബിയുടെ തിളനില തമ്മിൽ എന്താണ്? ചെറിയ വ്യത്യാസമുള്ളൂ അല്ലയോടെ? അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്? ആംശിക സ്വേദനം. നമുക്കറിയാം ഉദാഹരണം, അന്തരീക്ഷവായു. അന്തരീക്ഷവായു ഒരു മിശ്രിതമാണ്. നൈട്രജനും ഓക്സിജനും അതുകൂട്ട് തന്നെ എന്താ ആർഗണും ഒക്കെ അടങ്ങിയ ഒരു മിശ്രിതമാണ് എന്ത്? അന്തരീക്ഷവായു അല്ലേ? അന്തരീക്ഷവായു എന്താണ്? ഒരു മിശ്രിതമാണ്. അന്തരീക്ഷവായുവിൽ നിന്നും നൈട്രജനെയും ഓക്സിജനെയും ആർഗണെയും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ചോദിച്ചാൽ ഒരേ പുള്ളിക്ക് പറയാം, ആംശിക സ്വേദനമാണ്. ഓക്കെ, അന്തരീക്ഷ വായു നൈട്രജൻ ഉണ്ട് അല്ലേ? ഓക്സിജൻ ഉണ്ട്, ആർഗൺ ഉണ്ട്. മനസ്സിലായോ? നൈട്രജന്റെ ബോയിലിംഗ് പോയിന്റ് തിളനില -196 ഡിഗ്രിയാണ്. ഓക്സിജന്റെ ബോയിലിംഗ് പോയിന്റ് തിളനില -183 ഡിഗ്രിയാണ്. ആർഗണിന്റെ ബോയിലിംഗ് പോയിന്റ് -186 ഡിഗ്രിയാണ്. നോക്കിയ മക്കളെ, ഇവയുടെ തിളനില തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളല്ലോ. അങ്ങനെ ചെറിയ വ്യത്യാസമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം എന്താണ്? ആംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നോക്കേ, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ അന്തരീക്ഷ വായുവിനെ ആംശിക സ്വേദനം നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? നൈട്രജൻ കിട്ടും, ഓക്സിജൻ കിട്ടും, ആർഗൺ കിട്ടും. പക്കയാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്കറിയാം ക്രൂഡ് ഓയിൽ. എല്ലാവർക്കും ക്രൂഡ് ഓയിൽ പെട്രോളിയം ഉൽപ്പന്നം. മനസ്സിലായോ?
നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളെ പറയുന്ന പേരാണ് ക്രൂഡ് ഓയിൽ. ക്രൂഡ് ഓയിലിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, അല്ലെ? അതുകൂടെ തന്നെ നാഫ്തയുണ്ട്, മനസ്സിലായോ? മണ്ണെണ്ണയുണ്ട്. ഇതെല്ലാം അടങ്ങിയ ഒരു മിശ്രിതമാണ് നമ്മൾ കുഴിച്ചെടുക്കുന്നത്, ഭൂമിക്കടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്നത്. ഓക്കെ, അതൊരു ഹൈഡ്രോ കാർബണാ. ഈ ക്രൂഡ് ഓയിൽ, പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, നാഫ്ത ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? ഹൈഡ്രോ കാർബൺ. എന്താണ് ഹൈഡ്രോ കാർബൺ? ഒന്നുമില്ല, കാർബണും ഹൈഡ്രജനും അടങ്ങിയ സംയുക്തങ്ങളെ പറയുന്ന പേരാണ് എന്ത്? ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ. അപ്പൊ ഈ ക്രൂഡ് ഓയിൽ എല്ലാം എന്താണ്? ഹൈഡ്രോ കാർബൺ. ആ ക്രൂഡ് ഓയിൽ നിന്നും പെട്രോളിനെയും ഡീസലിനെയും അതുകൂടെ നാഫ്ത, മണ്ണെണ്ണ ഇവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ചോദിച്ചാൽ ഒരേ പൊളിക്ക് പറയാ എന്താണ്? ആംശിക സ്വേദനമാണ്. കാരണം ഈ പെട്രോൾ ആയിക്കോട്ടെ, ഈ ക്രൂഡ് ഓയിലിന്റെ അകത്ത് പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, മണ്ണെണ്ണയുണ്ട്, അല്ലെങ്കിൽ നാഫ്തയുണ്ട്. ഇതെല്ലാം ഹൈഡ്രോ കാർബൺ അല്ലേ? ഇവന്മാരുടെ ബോയിലിംഗ് പോയിന്റ്, പെട്രോളിന്റെയും ഡീസലിന്റെയും മണ്ണെണ്ണയുടെയും നാഫ്ത ഇവയുടെ തിളനില തമ്മിൽ എന്താണ്? ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ചെറിയ വ്യത്യാസമാണെങ്കിൽ ഏത് മാർഗം നമ്മൾ യൂസ് ചെയ്യും? നമുക്കറിയാം, ആംശിക സ്വേദനം യൂസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? നിങ്ങൾ നോക്കി അടുത്തൊരു എക്സാമ്പിൾ. എഥനോളും മെഥനോളും ചേർന്ന മിശ്രിതം. എഥനോളും മെഥനോളും എന്താണ്? ആൽക്കഹോളാ. C2H5OH ആണ് എഥനോൾ. CH3OH ആണ് മെഥനോൾ. ഈ മെഥനോൾ ആണ് വുഡ് സ്പിരിറ്റ്. എന്താ? വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോളും. ഗ്രേപ്പ് സ്പിരിറ്റ് ആണെന്ത്? എഥനോളും. അപ്പം മെഥനോളും എഥനോളും ചേർന്ന മിശ്രിതം. എഥനോളിന്റെ തിളനില നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട്. എത്രയാണ് മക്കളെ? 78 ഡിഗ്രി. മെഥനോൾ ആണെങ്കിൽ 65 ഡിഗ്രി. 78ആണ് എഥനോള്. അതുകൂട്ട് തന്നെ 65 മെഥനോള്. ഇവയുടെ വ്യത്യാസം എന്താ? ഏകദേശം 13. ചെറിയ വ്യത്യാസമാണ്. അതിന് എന്താണ്? ആംശിക സ്വേദനം യൂസ് ചെയ്യുമടേ. നോക്കിയേ എക്സാമ്പിൾ. ഇതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ അറേഞ്ച്മെന്റ്. നിങ്ങൾ നോക്കിയേ, ഈ പറയുന്ന ഓരോ കോളം കണ്ടോ? ഈ ഓരോ കോളം അറിയപ്പെടുന്ന പേരാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം. ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം, ഇതിൻ്റെ അകത്ത് എഥനോൾ എന്താണ്? എഥനോൾ C2H5OH, മെഥനോൾ CH3OH രണ്ടും ചേർന്ന മിശ്രിതം എടുക്കുക. നമുക്കറിയാം ഇതിന് എഥനോളിനെയും മെഥനോളിനെയും വേർതിരിക്കണം. പക്ഷേ തിളനില തമ്മിൽ എന്താണ്? ചെറിയ ചിന്ന വ്യത്യാസം അല്ലേ? അപ്പൊ നമുക്കറിയാം. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ചൂടാക്കുമ്പോൾ ആദ്യം മെഥനോളും എഥനോളും രണ്ടും എന്താണ്? ആദ്യം ബോയിലാകും. കാരണം രണ്ടിന്റെയും തിളനില തമ്മിൽ എന്താണ്? ചെറിയ വ്യത്യാസമേ ഉള്ളൂ. രണ്ടും തിളച്ച് ബോയിലായിട്ട് ബാഷ്പമായിട്ട് ഒന്നാമത്തെ കോളത്തിൽ വരും. വീണ്ടും നമ്മൾ ചൂടാക്കുന്നതിന് ഫലമായിട്ട് അങ്ങോട്ട് പോയി രണ്ടാമത്തെ കോളത്തിൽ രണ്ടും കൂടെ വരും. മെഥനോളും എഥനോളും കൂടെ വരും. അങ്ങനെ ഏറ്റവും മേലിൽ വരെ എത്തും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? മേലിൽ എത്തുമ്പോൾ നോക്കിയേ, ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ചൂട് കുറവായിരിക്കും. ചൂട് കുറവാകുമ്പോൾ ഏതിനാണോ തിളനില കുറവ് ആദ്യം ബോയിലായി അതിങ്ങനെ അങ്ങോട്ട് വീഴും. അപ്പൊ നമ്മൾ ഇത് ഓഫാക്കണം. അപ്പൊ നോക്കിയേ, ഇവിടെ തിളനില കൂടിയത് കിടക്കും, ഇവിടെ കുറഞ്ഞത് ഇങ്ങനെ വന്ന് കിടക്കും. ഈ മാർഗമാണ് എന്ത്? ആംശിക സ്വേദനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഞാൻ പറയാം, ക്രൂഡ് ഓയിൽ പറഞ്ഞ കാര്യമാണ് ഇല്ലേ? ഭൂമിക്കടിയിലെ വളരെ ആഴങ്ങളിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ തിളനിലകളിൽ അധിക വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്. ഇതിൽ നിന്നും ആംശിക സ്വേദനം വഴിയാണ് പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, നാഫ്ത എന്നിവ വേർതിരിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നോക്കി നമുക്ക് അടുത്തെയാണ്
ഒന്ന് സ്വേദനം ഞാൻ പറഞ്ഞു, രണ്ട് അംശിക സ്വേദനം പറഞ്ഞു. അടുത്തയാണ് സെപ്പറേറ്റിംഗ് ഫണൽ. സെപ്പറേറ്റിംഗ് ഫണൽ നിങ്ങൾക്കറിയാം എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ തമ്മിൽ കലരാത്ത ദ്രാവക മിശ്രിതങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്? സെപ്പറേറ്റിംഗ് ഫണൽ. സെപ്പറേറ്റിംഗ് ഫണൽ മനസ്സിലായോ? തമ്മിൽ കലരാത്ത, മണ്ണെണ്ണയും ജലവും തമ്മിൽ കലരത്തില്ല, അങ്ങനെയുള്ള ദ്രാവക പദാർത്ഥങ്ങളെ അടങ്ങിയ മിശ്രിതങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്? സെപ്പറേറ്റിംഗ് ഫണൽ. നോക്കിയേ, പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയും. കണ്ടോ, ഇതാണ് സംഭവം. ഇതാണ് സെപ്പറേറ്റിംഗ് ഫണൽ. ഈ സെപ്പറേറ്റിംഗ് ഫണൽ എന്തെടുക്കുക? ജലവും മണ്ണെണ്ണയും ചേർന്ന മിശ്രിതം എടുക്കുക. ഓക്കെ, കാരണം രണ്ടും തമ്മിൽ എന്ത് ചെയ്യത്തില്ല? കലരത്തില്ല. ഇത് മണ്ണെണ്ണ, ഇത് ജലമാണ്. ഈ ടാപ്പ് തുറക്കാം, തുള്ളി തുള്ളിയായിട്ട് ഈ ഇവിടെ കിടക്കുന്ന ജലം തുള്ളി തുള്ളിയായിട്ട് ഇവിടെ വീഴും. ലാസ്റ്റ് ഈ മണ്ണെണ്ണ ഇവിടെ എത്തുമ്പോൾ ടാപ്പ് എന്ത് ചെയ്യുക? ഓഫാക്കുക. അപ്പൊ ഇവിടെ എന്താ? ജലം കിട്ടും, ഇവിടെ മണ്ണെണ്ണ കിട്ടും. ഇതാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. അടുത്തയാണ് മക്കളെ ഉത്പാദനം. എന്താ? ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. അപ്പൊ എന്താ സബ്ലിമേഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഖരം അല്ലെങ്കിൽ സോളിഡ് ലിക്വിഡ് ആകാതെ, ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് എന്ത്? ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. എന്താ? ഖരം എന്താണ്? ദ്രാവകമാകൂല, ദ്രാവകമാകാതെ വാതകമായി മാറുന്ന ആ പ്രക്രിയയാണ് എന്ത്? ഉത്പാദനം. നമുക്കറിയാം പാറ്റ ഗുളിക, നാഫ്തലിൻ എന്ന് പറയും, ഉത്പാദനത്തിന് ഉദാഹരണമാണ്. പിന്നെ നമുക്കറിയാം എന്താണ് ഈ പറയുന്ന കർപ്പൂരം ഉത്പാദനമാണ്, ഉദാഹരണമാണ്. ഐഡിൻ ഉത്പാദനമാണ്. അമോണിയം ക്ലോറൈഡ് ഉത്പാദനമാണ്. സെറ്റാണോ? ഉത്പാദനം എന്ന് വെച്ചാൽ ഖരം ഇപ്പൊ ഐസ് വെള്ളമാകത്തില്ലേ? ഐസ് വെള്ളമാകും, വെള്ളം നീരാവിയാകും. അല്ല, ഐസ് ഒറ്റടിക്ക് എന്താകത്തില്ല? നീരാവിയായി മാറും. ഐസ് വെള്ളം, വെള്ളം നീരാവി, അങ്ങനല്ലേ പോകുന്നത്. പക്ഷെ ഇതങ്ങനല്ല. എന്താണ് ഈ പറയുന്ന നാഫ്തലിൻ ഓക്കെ അല്ലേ? നാഫ്തലിൻ പാറ്റ ഗുളിക എന്ന് പറയും. അത് ഒരിക്കലും ദ്രാവകമാകത്തില്ല, നേരിട്ട് വാതകാവസ്ഥയിലേക്ക് പോകുന്നു. ഇതാണ് ഉത്പാദനം എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആണ് മക്കളെ പഠിച്ചോ. മണ്ണും അമോണിയം ക്ലോറൈഡ്. മക്കളെ പഠിച്ചോ എന്താണ്? മണ്ണും എന്താ? മണ്ണ്. അത് കൂട്ടുകാരെ അമോണിയം ക്ലോറൈഡ്. മണ്ണും അമോണിയം ക്ലോറൈഡും ചേർന്ന മിശ്രിതം. എന്താ? മണ്ണുണ്ട്, അമോണിയം ക്ലോറൈഡ് ഉണ്ട്. മണ്ണും അമോണിയം ക്ലോറൈഡും ചേർന്ന മിശ്രിതം എന്നും നമുക്ക് മണ്ണിനെ അമോണിയം ക്ലോറൈഡിനെ വേർതിരിക്കണം. നമുക്കറിയാം ഈ അമോണിയം ക്ലോറൈഡ് എന്തുണ്ട്? ഉത്പാദന സ്വഭാവമുണ്ട്. എന്ന് വെച്ചാൽ അമോണിയം ക്ലോറൈഡ് ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകും. ഇത് കണ്ടോ, ഇതാണ് ചൈന ഡിഷ്. ഈ ചൈന ഡിഷിൽ എന്താണ്? അമോണിയം ക്ലോറൈഡും മണ്ണും എടുക്കുക, ചൂടാക്കുക. മണ്ണ് വാതകമാകൂല, അമോണിയം ക്ലോറൈഡ് വാതകമാകും. അതിനെ ഘനീഭവിക്കുക, തണുപ്പിച്ചെടുക്കുക. ഇതാണ് എന്ത്? സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനം. മനസ്സിലായി? വേറെ എക്സാമ്പിൾ, ഗ്ലാസ് പൊടിയും കർപ്പൂരവും ചേർന്ന മിശ്രിതം എന്താണ്? ഉത്പാദനമാണ്. കാരണം ഗ്ലാസ് പൊടിക്ക് ഉത്പാദന സ്വഭാവം ഇല്ല. എന്നാൽ കർപ്പൂരം ഖരം എന്തായി മാറും? വാതകമായി മാറും. ഇതാണ് ഉത്പാദനം എന്ന് പറയുന്നത്. തെറ്റാണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തയാണ് മക്കളെ പഠിച്ചോണം. എന്താ? സെൻട്രിഫ്യൂഗേഷൻ. എന്താണ് സെൻട്രിഫ്യൂഗേഷൻ? ഒന്നുമില്ല, ഈ ഉപകരണമാണ് എന്ത്? സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. കണ്ടോ? എന്താ മക്കളെ? കണികകളുടെ ഭാരവ്യത്യാസത്തെ അടിസ്ഥാനമാക്കി മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള ഒരു മാർഗമാണിത്. കണികകളുടെ ഭാരവ്യത്യാസത്തെ അടിസ്ഥാനമാക്കി ഓക്കെ അല്ലേ? മിശ്രിതത്തെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്?
സെൻട്രിഫിക്കേഷൻ. ഒന്നുമില്ലേ. എക്സാമ്പിൾ. ഓക്കെ, ഈ നമുക്കറിയാം ക്ലിനിക്കൽ ലാബുകളിൽ നിന്നും രക്തസാമ്പിളിൽ നിന്നും രക്തകോശം വേർതിരിക്കുന്നു. ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം, ഇപ്പൊ ലാബിൽ നമ്മൾ രക്തം കൊണ്ടുപോകുമ്പോൾ, രക്തം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കറിയാം ആദ്യം ടെസ്റ്റ് ട്യൂബ് എടുക്കും, ഇതിൻ്റെ അകത്ത് രക്തമിടും. ഓക്കെ ആണോ? എന്നിട്ട് ഇതിൻ്റെ അകത്ത് സെൻട്രിഫിക്കേഷൻ വെച്ച് കറക്കുമ്പോൾ കോശങ്ങൾക്ക് എന്താണ് ഭാരം കൂടുതലാണ്. കോശം അതിനെ കേന്ദ്രത്തിൽ നിന്നും അകലും. മനസ്സിലായോ? ഭാരം കുറഞ്ഞവ ആ കേന്ദ്രത്തിലോട് വരും. കേന്ദ്രം ഇവിടെ നിന്ന് കറക്കുക, ഇതാണ് കേന്ദ്രമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് എന്താ കോശങ്ങൾ അകന്നു മാറും. ഭാരം കുറഞ്ഞവ കേന്ദ്രത്തിലോട്ട് വരും. ഈ മാർഗമാണ് എന്ത് സെൻട്രിഫിക്കേഷൻ. എന്താണ് മക്കളെ? ഒന്ന് പഠിച്ചോ. കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാനുള്ള ഒരു മാർഗമാണ് ഇത്. എക്സാമ്പിള്, ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളിൽ നിന്നും രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവശിഷ്ടമില്ലേ, പ്രിസിപ്പിറ്റേറ്റർ, ലയിക്കാതെ കിടക്കുന്ന സാധനമാണ് ഈ പ്രിസിപ്പിറ്റേറ്റർ എന്ന് പറയും. അവശിഷ്ടത്തിന് എന്താണ് ഭാരം കൂടുതലാ. നമ്മൾ ഇതിട്ട് കറക്കുമ്പോ എന്താണ് അവശിഷ്ടം അവിടെ നിന്ന് അങ്ങോട്ട് മാറിക്കിടക്കും. മനസ്സിലായോ? ഈ മാർഗം നമുക്ക് ഉപയോഗിക്കാം. പഠിച്ചോ. ക്ലിനിക്കൽ ലാബുകളിൽ രക്തകോശങ്ങളിൽ നിന്നും അല്ലെങ്കിൽ രക്തസാമ്പിളിൽ നിന്നും രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണശാലയിൽ അവശിഷ്ടം, പ്രിസിപ്പിറ്റേറ്റ്, ലയിക്കാതെ കിടക്കുന്ന സാധനം, അതിനെ വേർതിരിക്കാനും നമ്മൾ എന്തുപയോഗിക്കും? സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിക്കും. നോക്കാം മക്കളെ, ശ്രദ്ധിച്ചോണം. ഓക്കെ, എക്സാമ്പിൾ. സാമ്പിൾ അടങ്ങിയ ദ്രാവകം ടെസ്റ്റ് ട്യൂബിൽ എടുത്ത് ഉപകരണത്തിൽ വെച്ച് ഒരു കേന്ദ്രത്തെ ആധാരമാക്കി കേന്ദ്രത്തെ ആധാരമാക്കി കറക്കുന്നു. അപ്പോൾ ഭാരം കൂടിയവ കണികൾ കേന്ദ്രത്തിൽ നിന്നും അകന്നു പോവുകയും ഭാരം കുറഞ്ഞവ കേന്ദ്രത്തോട് വരികയും ചെയ്യുന്നു. ഈ മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. ക്ലിയർ ആണോ? ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രോമാറ്റോഗ്രാഫി. എന്താണ് ക്രോമാറ്റോഗ്രാഫി? ക്രോമാറ്റോഗ്രാഫി തുടങ്ങാം. അപ്പൊ എന്താ മക്കളെ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്? ഓക്കെ, എന്താണ് ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്? ശ്രദ്ധിക്കാം. ക്രോമാറ്റോഗ്രാഫി പഠിക്കണമെങ്കിൽ ആദ്യം എന്താണ് അതിശോഷണം? പറയാം, അതിശോഷണവും ആഗിരണം. എന്താ അതിശോഷണം, ആഗിരണം എന്ന് വെച്ച് ഇത് അബ്സോർപ്ഷൻ, ഇത് അബ്സോർപ്ഷൻ. ഓക്കെ, അതിശോഷണവും ആഗിരണവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആഗിരണം, ഞാനൊരു കാര്യം പറയാം. നമ്മളൊരു സ്പോഞ്ച് എടുക്കുക. സ്പോഞ്ച് എടുത്തിട്ട് സ്പോഞ്ച് വെള്ളത്തിൽ മുക്കുകയാണ്. വെള്ളത്തിൽ മുക്കുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? എന്ത് സംഭവിക്കും? വെള്ളം സ്പോഞ്ച് എന്ത് ചെയ്യും? വെള്ളത്തെ ആഗിരണം ചെയ്യും, അല്ലേ? ഓക്കെ, വേണ്ട. നമ്മൾ വീടിന്റെ ഭിത്തിയിൽ നമ്മൾ വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ഭിത്തി എന്ത് ചെയ്യും? വെള്ളത്തെ വലിച്ചെടുക്കും, ആഗിരണം ചെയ്യും. അതാണ് അബ്സോർപ്ഷൻ. ഇനി എന്താണ് അതിശോഷണം? ഒന്നുമില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാം, ടീച്ചർമാർ ചോക്ക് വെച്ച് എന്താണ് ബോർഡ് എഴുതും, എന്നിട്ട് അവർ ഡസ്റ്റർ കൊണ്ട് മായ്ക്കും, അല്ലെ? ഡസ്റ്റർ കൊണ്ട് മായ്ക്കും. അപ്പൊ എന്താ ഡസ്റ്റർ കൊണ്ട് ഇത് ഡസ്റ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഡസ്റ്റർ ആണെന്ന് വിചാരിക്കുക. ഒരു മിനിറ്റ് മക്കളെ, ഇത് ഡസ്റ്റർ ആണെന്ന് വിചാരിക്കുക. ഡസ്റ്റർ കൊണ്ട് മായ്ക്കുമ്പോൾ ചോക്ക് പൊടി എന്ത് ചെയ്യും? ഈ പറയുന്ന നമുക്കറിയാം എന്താണ് ഡസ്റ്ററിന്റെ പുറത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് അതിശോഷണം. ഒന്നുമില്ല, ഒരു പദാർത്ഥത്തിന്റെ മുകളിൽ മറ്റൊരു പദാർത്ഥം പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഈ പ്രതിഭാസമാണ് അതിശോഷണം അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ. മനസ്സിലായോ? വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ കറുത്ത കാറില്ലേ, കാറ് പൊടിയുള്ള സ്ഥലത്ത് കൊണ്ട് ഇടുക, എന്ത് സംഭവിക്കും? കാറിന്റെ സർഫസിൽ വന്ന്
പ്രതലത്തിൽ വന്ന് പൊടി പറ്റി പിടിച്ചിരിക്കും. അതാണ് എന്ത്? അതിശോഷണം. ഇതൊരു സർഫസ് ഫിനോമിനയാണ്. സർഫസ് ഫിനോമിനയാണ് എന്ത്? അതിശോഷണം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? പിന്നെ ഞാൻ പറയാം, നമുക്കറിയാം നമ്മളിപ്പം ഫോണൊക്കെ വാങ്ങുമ്പോൾ, ഫോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണം വാങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ കവർ കാണത്തില്ല, ചെറിയൊരു കവർ. അത് സിലിക്ക ജെല്ല. ചെറിയൊരു കവർ എന്താ? സിലിക്ക ജെല്ല. ഓക്കെ ആണോ? സിലിക്ക ജെല്ല. ഇപ്പൊ ഈ സിലിക്ക ജെല്ല്, ചെറിയൊരു കവർ സിലിക്ക ജെല്ല, എന്തുകൊണ്ട് അത് ഇടുന്നതിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, ഈ പറഞ്ഞ ആ കവറിൻ്റെ അകത്ത് കുറെ ജലാംശം കാണും, മോയിസ്ചർ കണ്ടന്റ് കാണും. അപ്പൊ ഈ സിലിക്ക ജെൽ എന്ത് ചെയ്യുമെന്നറിയോ? ആ മോയിസ്ചറിനെ അതിശോഷണം നടത്തും, പറ്റി പിടിച്ചിരിക്കും ഈ സിലിക്ക ജെല്ലിന്റെ മണ്ടയ്ക്ക് വന്ന്. ക്ലിയർ? ഓക്കെ. അതുമല്ല, വേറെ എക്സാമ്പിൾ, നമ്മൾ കിണറില്ലേ, കിണർ വൃത്തിയാക്കാൻ വരുന്ന ആളുകള് കിണർ വൃത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആ കിണറിന്റെ അകത്തേക്ക് ഇവരെന്താണ്, ഒരു ചാക്കിന്റെ അകത്ത് ചാർക്കോള് അതിനകത്തോട്ട് ഇടും. എന്തുകൊണ്ടാ ചാർക്കോൾ ഇടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരക്കരി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, കരി എന്താണ്, ചാർക്കോള് എങ്ങോട്ടിടും? നമ്മുടെ ഈ പറയുന്ന കിണറിൻ്റെ അകത്തിടും. എന്തുകൊണ്ടാ? ഒന്നുമില്ലടേ, സിമ്പിൾ ആണ്. എന്തുകൊണ്ടാ? അതിൻ്റെ അകത്ത് കുറെ എന്തുണ്ട്? വിഷപദാർത്ഥമുണ്ട്. ആ വിഷപദാർത്ഥം ഡയറക്റ്റ് ഈ കരി ഇടാതെ ഈ ആളുകൾ അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വിഷാംശം ആളുകൾ എന്ത് ചെയ്യും? ശ്വസിക്കും. ഓക്കെ അല്ലേ? ആ വിഷാംശത്തെ ഈ കരി എന്ത് ചെയ്യും? അതിശോഷണം നടത്തും. ക്ലിയർ ആണോ? അപ്പൊ എന്താ അതിശോഷണം? ഒരു പദാർത്ഥത്തിന്റെ മുകളിൽ മറ്റൊരു പദാർത്ഥം പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇതാണ് അതിശോഷണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ ക്രൊമാറ്റോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ ടെക്നിക്ക് എന്താണ്? അതിശോഷണമാണ്. എന്താണ്? അതിശോഷണം. ഓക്കെ. രണ്ടാമത്തെയാണ് കേശികത്വം, കേശിക ഉയർച്ച എന്ന് പറയാം. ഈ കേശിക ഉയർച്ചയും മനസ്സിലായോ? കേശിക ഉയർച്ചയും അതിശോഷണവുമാണ് എന്തിന്റെ പ്രിൻസിപ്പിൾ? തത്വം. ക്രൊമാറ്റോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന തത്വങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് അതിശോഷണവും, രണ്ട് കേശികത്വം. എന്താ കേശികത്വം എന്ന് വെച്ചാൽ ഒന്നുമില്ല, സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരെ ആ ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശിക ഉയർച്ച അല്ലെങ്കിൽ കേശികത്വം എന്ന് പറയും. എന്താണ്? സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരെ ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്നു. ഈ പ്രതിഭാസമാണ് എന്ത്? കേശികത്വം എന്ന് പറയുന്നത്. ഓക്കെ ആണ്, സിമ്പിൾ ആണ്. അപ്പൊ എന്താണ് പറയാ? എന്താ? സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിനെതിരെ ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്നു. ഈ പ്രതിഭാസമാണ് കേശികത്വം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം, എന്തോ ശ്രദ്ധിച്ചേക്കാം. ഓക്കെ. അപ്പൊ ഈ രണ്ട് പ്രിൻസിപ്പിൾ ആണ് എവിടെ ഉപയോഗിക്കുന്നത്? ക്രൊമാറ്റോഗ്രാഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫിൽട്ടർ പേപ്പർ എടുക്കുക. എന്തെടുക്കുക? ഒരു ഫിൽട്ടർ പേപ്പർ എടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു ഫിൽട്ടർ പേപ്പർ എന്ത് ചെയ്യുക? എടുക്കുക. ഒരു ഫിൽട്ടർ പേപ്പർ എടുക്കുക. ഈ ഫിൽട്ടർ പേപ്പറിന് ഒരുപാട് സുഷിരങ്ങൾ കാണും, ചെറിയ സുഷിരങ്ങൾ കാണും. ഓക്കെ. അതിൻ്റെ അകത്തേക്ക് ഞാനൊരു കളർ, ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്. ആദ്യം ഞാൻ എന്താണ്, ഒരു ഫിൽട്ടർ പേപ്പർ എടുക്കുക. ഒരു മിനിറ്റ് മക്കളെ. ഒരു ഫിൽട്ടർ പേപ്പർ എടുക്കുവാണ്, ശ്രദ്ധിക്കാം. ഒരു ഫിൽട്ടർ പേപ്പർ എടുക്കുവാണ്. ഓക്കെ അല്ലേ? ഒരു ഫിൽട്ടർ പേപ്പർ എടുക്കുവാണ്. ഓക്കെ. അതിനകത്തേക്ക് ഈ ഫിൽട്ടർ പേപ്പറിൽ എന്താണ്, ഒരുപാട് സുഷിരങ്ങൾ കാണും, ചെറിയ സുഷിരങ്ങൾ കാണും അല്ലേ? ഈ ഫിൽട്ടർ പേപ്പറിലേക്ക് ഞാൻ ഒരു കറുത്ത കളർ വെക്കുക, ബ്ലാക്ക്. ഈ ബ്ലാക്ക് കളർ ചിലപ്പോൾ എന്താണ്, പല കളർ ചേർന്ന മിശ്രിതമാണ്. നിങ്ങൾക്കറിയാം, വീട്ടിൽ പെയിന്റ് ചെയ്യത്തില്ലേ? പെയിന്റ് ചെയ്യുമ്പോൾ അവർ പല കളർ ചേർന്ന് മിക്സ് ചെയ്താണ് ഒരു കളർ ഉണ്ടാക്കുന്നത്. ഈ ബ്ലാക്കിന്റെ അകത്ത് ചിലപ്പം ബ്ലാക്ക് കാണും, പിന്നെന്താണ്, അതുകൂട്ട് തന്നെ എന്താണ്, റെഡ് കാണും, ബ്ലൂ കാണും. എന്തൊക്കെയാണ്? ബ്ലാക്ക് കാണും,
റെഡ് കാണും, എന്താണ് ബ്ലാക്ക്, റെഡ്, ബ്ലൂ കാണും. എന്നിട്ട് ഇതിനെ ഒരു ബീക്കറിൽ വെള്ളം എടുക്കുക, ആ ബീക്കറിലേക്ക് എന്ത് ചെയ്യുക, വെള്ളം എടുക്കുക. ഓക്കെ അല്ലേ, ബീക്കറിൽ വെള്ളം എടുക്കുക. പക്ഷെ വെള്ളം ഈ കളറിന്റെ താഴെ വരെ വരാവുള്ളൂ, ഈ കളർ വെള്ളത്തിൽ മുക്കരുത്. അപ്പൊ എന്തെന്ന് അറിയോ, ഇത് ദ്രാവകമല്ലേ, ഈ ദ്രാവകമല്ലേ, ശ്രദ്ധിക്കുക, ദ്രാവകമല്ലേ ജലം. ഇതിനകത്ത് എന്താണ്, സൂക്ഷ്മ സുഷിരങ്ങളില്ലേ, സൂക്ഷ്മ സുഷിരങ്ങളില്ലേ ഈ പറയുന്ന ഫിൽട്ടർ പേപ്പറിൽ. അപ്പൊ ഈ ദ്രാവകം എന്ത് ചെയ്യും, ഈ സൂക്ഷ്മ സുഷിരങ്ങളിലേക്ക് നിന്ന് മുകളിലേക്ക് ഉയരും. അതല്ലേ കേശിക ഉയർച്ച, കേശകത്വം അല്ലെങ്കിൽ ക്യാപ്പിലാരിറ്റി റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ദ്രാവകം ഈ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ മുകളിലോട്ട് ഉയരുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള കളറ് ഈ ബ്ലാക്ക് എന്ന് പറയുന്ന ബ്ലാക്ക് കാണും, റെഡ് കാണും, ബ്ലൂ കാണും. ഈ കളർ സെപ്പറേറ്റ് ആയിട്ട് ആദ്യം ഇവിടെ വന്ന് ബ്ലാക്ക് വന്ന് പറ്റിപ്പിടിച്ചിരിക്കും എന്ന് വിചാരിക്കുക. പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇതല്ലേ അതിശോഷണം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, റെഡ് കാണും, ഇവിടെ എന്താണ്, ബ്ലൂ കാണും. എന്തോ വായിക്കണം കാണും. മനസ്സിലായോ? കാരണം ദേ അങ്ങനെ ഈ ബ്ലാക്കിലുള്ള 3 കളറിനെ എന്ത് ചെയ്തു, വേർതിരിച്ചു. മനസ്സിലായോ? ആദ്യം പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ സാധനത്തിന് എന്താണ്, അതിശോഷണം കൂടുതലായിരിക്കും. ആദ്യം പറ്റിപ്പിടിച്ചിരിക്കുന്ന സാധനം എന്താണ്, അതിശോഷണം കൂടുതലായിരിക്കും. ഇതിന് കുറവ്, ഏറ്റവും കുറവ് ഇതിനായിരിക്കും. ഇങ്ങനെ വേർതിരിക്കുന്ന മാർഗമാണ് എന്ത് പറ, ക്രൊമാറ്റോഗ്രാഫി. ഓക്കെ, നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം. ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനം. ഈ കളർ എന്ന് വെച്ചാൽ 3 അല്ലെങ്കിൽ 2 3 ചേർന്ന ഒരു ലായനിയാണ്. മനസ്സിലായോ? അതിനകത്ത് ഒന്നിലധികം ലീനങ്ങളുണ്ട്. അങ്ങനെ അതിനെ വേർതിരിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ക്രൊമാറ്റോഗ്രാഫി യൂസ് ചെയ്യുന്നത്. എന്താ, ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമാറ്റോഗ്രാഫി. ഈ രീതി ആദ്യമായി നിറങ്ങളെ കണ്ട, ഇത് ആദ്യമായിട്ട് ആദ്യം നിറമുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാനാണ് ഈ പ്രക്രിയ ആദ്യമായിട്ട് യൂസ് ചെയ്തത്. നോക്കി, കണ്ട, വെള്ളം എടുത്തു, കണ്ടോ, ഇത് താഴെ ഈ കളർ വെച്ചു, കണ്ടോ. അപ്പം ഈ വെള്ളം എന്ത് ചെയ്യും, മുകളിലോട്ട് ഉയരും. അതാണ് കേശിക ഉയർച്ച, ക്യാപ്പ്. അതിനൂടെ എന്ത് ചെയ്യും, നിറങ്ങൾ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ആദ്യം ഏതിനാണോ അതിശേഷണം കൂടുതൽ ആദ്യം ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കും, ഏറ്റവും കുറവ് ഇവിടെ വരും. ഈ മാർഗമാണ് എന്ത്, ക്രൊമാറ്റോഗ്രാഫി. കണ്ട, ഫിൽട്ടർ പേപ്പറിലെ ജലം മുകളിലേക്ക് ഉയരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കാരണം എന്താണ്, ഈ പറയുന്ന എന്താ, കളർ നിറങ്ങൾ സെപ്പറേറ്റ് ആയി. മനസ്സിലായി? ഈ മാർഗമാണ് എന്ത്, ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. തെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഇതിന് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു പഠിച്ചോണം. ചായങ്ങളിൽ നിന്നും ഘടകങ്ങളെ വേർതിരിക്കാൻ, ചായവില്ലേ, നിറങ്ങളെ വേർതിരിക്കാൻ എന്തുപയോഗിക്കും, ക്രൊമാറ്റോഗ്രാഫി ഉപയോഗിക്കും. പിന്നെ രക്തത്തിൽ കലർന്ന വിഷാംശത്തെ വേർതിരിക്കാനൊക്കെ നമ്മൾ എന്തുപയോഗിക്കും, ക്രൊമാറ്റോഗ്രാഫി ഉപയോഗിക്കും. ഇവിടെ ഉപയോഗിക്കുന്ന ബേസിക് പ്രിൻസിപ്പിള്, ഒന്ന് കേശിക ഉയർച്ചയും, രണ്ടാമത്തെ അതിശോഷണമാണ്. ഇത്രയും കാര്യങ്ങൾ പക്കയായിട്ട് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലായനികളായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചാണ് മോർ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കാണാം.